ഇപ്പം എല്ലാവർക്കും നമസ്കാരം. ഇടുക്കിയിൽ ഏറ്റവും അവസാനമായിട്ട് കത്തിയ ഒരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് കാണുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണ്ണ് പോകുന്ന വഴിക്ക് വാഗമണ്ണ് തൊട്ടടുത്തായിട്ട് ഇതുപോലെ കയറ്റത്തിൽ വളവിൽ കഴിഞ്ഞ ദിവസം കത്തിയ വണ്ടിയാണ്. 2 ദിവസമായിട്ടുള്ള ഈ വണ്ടി കത്തിയിട്ട്. ഇപ്പം ഇടുക്കിയിൽ ഇതിപ്പം പുതിയ സംഭവമല്ല കേട്ടോ. ഇടുക്കിയിലെ ഹൈ റേഞ്ച് റൂട്ടുകളിൽ ഹെയർപിൻ വളവുകളിൽ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ഇതുപോലെ കത്തി കിടപ്പുണ്ട്. നിലവിൽ കാറുകളാണ് ഏറ്റവും കൂടുതൽ കത്തി കിടക്കുന്നത്. ബാക്കിയുള്ള വണ്ടി കത്തിയതുപോലെ ഇത് മൊത്തം കത്തി തീർന്നില്ല. അതിന് മുമ്പേ നാട്ടുകാർ വെള്ളം ഒഴിച്ച് കെടുത്തിയത് കൊണ്ട് ടയറൊന്നും കത്തിയില്ല. ബോഡി ഫുള്ള് കത്തിപ്പോയി. ഇൻറ്റീരിയറും ഫുള്ള് കത്തി, അകം ഫുള്ള് കത്തിപ്പോയി. ബാക്കി ടയറൊന്നും കത്തിയില്ല. അതിന് മുമ്പേ നാട്ടുകാർ വെള്ളം ഒഴിച്ച് തീ കെടുത്തിയ കാരണം ബോഡിക്കൊന്നും കുഴപ്പമില്ല. ബോഡിയൊക്കെ അത്യാവശ്യം തീ കത്തി ഫ്ലെയിമായി പോയിട്ടേ ഉള്ളൂ. ബാക്കി ടയറുകൾക്കൊന്നും കുഴപ്പമില്ല. ഉണ്ടോ, ടയറൊന്നും കത്തിയിട്ടില്ല. ഇതുപോലെ കുത്ത് കയറ്റം കയറി വന്ന കേട്ടോ. ഈരാറ്റുപേട്ടയിൽ നിന്ന് കയറി വന്ന വണ്ടിയാണ്. വാഗമണ്ണ് റൂട്ട്. ഇതുപോലെ കയറ്റം കയറി വന്ന ഈ വളവിൽ വെച്ചാണ് കത്തുന്നത്. സ്റ്റെപ്പിനി ടയർ കുറച്ച് കത്തിപ്പോയി. ഇതെന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ വണ്ടികൾ ഹൈ റേഞ്ച് റൂട്ടിൽ കയറ്റം കയറുമ്പോൾ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കത്തുന്നതിന് കാരണം എന്നാണെന്ന് അറിയാൻ പാടില്ല. ഒരുപാട് കാറുകൾ ഇപ്പം വാഗമണ്ണ് റൂട്ടിൽ തന്നെ 3-4 കാറുകൾ കത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ന്യൂ ഇയറിന് തന്നെ ഒരു കാറ് കത്തിയായിരുന്നു. വാഹനത്തിനുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കംപ്ലൈൻറ്റുകൾ ശ്രദ്ധിക്കാതെ വരുന്നതും ഓവർ ഹീറ്റിംഗ് ഒക്കെയാണ് മെയിനായിട്ടുള്ള കാരണം. പ്രത്യേകിച്ച് പരിചയക്കുറവുള്ള ഡ്രൈവർമാർ ഇത്തരം ഹെയർപിൻ വളവുകളും കയറ്റങ്ങളും കുത്തുകയറ്റങ്ങളൊക്കെ കയറി വരുമ്പോഴത്തേക്ക് വണ്ടി ഓവർ ഹീറ്റ് ആകാറുണ്ട്. ആവശ്യത്തിന് കൂളിങ് കിട്ടാതെ വന്ന് ഇങ്ങനെ കയറ്റത്തിൽ കത്തിപ്പോകാറാണ് അത്. ഏതായാലും ഭാഗ്യം കൊണ്ട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. ഹൈ റേഞ്ച് റൂട്ടൊക്കെ വണ്ടി കൊണ്ട് വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. ഇതിൻ്റെ എൻജിൻ വൈസ് ഒന്നും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ബോണറ്റ് തുറക്കാൻ പറ്റത്തില്ല. ബാക്കി വണ്ടി കുഴപ്പമില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇൻറ്റീരിയർ ഫുള്ള് പോയി. ബാക്കിലത്തെ ഒരു ടയറും കത്തിപ്പൊട്ടിപ്പോയി. ബാക്കി ഫ്രണ്ട് ടയറൊന്നും കുഴപ്പമില്ല. സ്റ്റിയറിംഗ് റാഡൊക്കെ ഫുള്ള് പോയി. ഏതായാലും വലിയ ദുരന്തം ഉണ്ടാകാൻ നന്നായി. വണ്ടി നിർത്തി യാത്രക്കാരുണ്ടായിരുന്നു. വണ്ടിയിൽ പോകുന്ന കണ്ടിട്ട് വണ്ടി നിർത്തി അവർ ചാടി ഇറങ്ങി. ഏതായാലും ഉടൻ തന്നെ നാട്ടുകാർ വെള്ളം കൊണ്ടുവന്ന് തീ കെടുത്തി. ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പേ നാട്ടുകാർ തന്നെ തീ കെടുത്തി. അതുകൊണ്ട് വലിയ ദുരന്തം ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. ഇവിടെയൊക്കെ കത്തിക്കഴിഞ്ഞാൽ ഫയർഫോഴ്സ് വരണമെന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകൾ അകലേന്ന് വരണം. ഒന്നുകിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് കയറി വരണം, അല്ലെങ്കിൽ മൂലമറ്റം കിലോമീറ്ററുകൾ താണ്ടി കയറി വേണം ഫയർഫോഴ്സൊക്കെ എത്താൻ. അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തീ കെടുത്താൻ വലിയ പാടാണ്. ഞാൻ നാട്ടുകാർ ഇവിടെ കുടിവെള്ളം സർവീസ് നടത്തുന്ന ലോറിക്കാർ വെള്ളം കൊണ്ട് വന്ന് തീ കെടുത്തി. അതുകൊണ്ട് പൂർണ്ണമായിട്ടും പോകാതെ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഇങ്ങനെ വാഹനങ്ങൾ കത്തുന്നതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് അറിയാവുന്ന വിദഗ്ധന്മാരെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വണ്ടികൾ കത്തുന്നതെന്ന്. സാധാരണ ഏറ്റവും കൂടുതൽ കത്തി കണ്ടേക്കുന്നത് പെട്രോൾ വാഹനങ്ങളാണ് കൂടുതലും കത്തി കണ്ടേക്കുന്നത്. അപ്പോൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.